ജയരാജ് സംവിധാനം ചെയ്ത ശാന്തമി രാത്രി എന്ന ചിത്രത്തില് നമ്മുടെ ജാസി ചേട്ടൻ സംഗീത സംവിധാനം പകർന്ന ഒരു പാട്ട് അദ്ദേഹത്തിനൊപ്പം മറ്റു രണ്ടു പേർക്കൊപ്പം പാടി വൈറലായ ഒരു വ്യക്തിയാണ് ബീനു ബാലകൃഷ്ണൻ അഥവാ ബീനു ഡോ. നീ ഒരു കാര്യം കൂടി പറയാം, അതായത് നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച ഇപ്പോഴത്തെ റാപ്പർ സിംഗർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെന്ന് പറയും. അതിന് അപ്പുറത്ത് വേണമെങ്കിൽ ചേർത്ത് വെക്കാവുന്ന ഫീമെയിൽ റാപ്പർ. ലെറ്റ്സ് വെൽക്കം ബീനു ഡോൾ. നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പൊ ഞാൻ ഈ ശാന്തമി രാത്രിയിൽ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലേ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും അതിലെ രണ്ടു വരി ഒന്ന് കേൾക്കണമെന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ? ശരി, അത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ രണ്ടുപേരും വെച്ച് പാടിക്കും. Demon rise, powerfully get go, late night shots like a duck shot, brain on overdose, shock at the floor, whatever dash it, there's no show. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസി ചേട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ചു. അദ്ദേഹത്തിനൊപ്പം പാടുന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചു. കറക്റ്റ് ആയിട്ട് നന്നായിരുന്നു. എനിവേ എഴുതി പാടി എന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം വേറൊരു സംഭവം കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. 6 ഭാഷകളിലെ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ആൽബത്തിന് വേണ്ടിയിട്ട് പാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചൊന്ന് പറയാം. സ്വന്തമായിട്ട് എഴുതി സംഗീത സംവിധാനം കൂടി നിർവഹിച്ചു കേട്ടു. ഞാൻ ആ സോങ് എഴുതിയത് 6 ലാംഗ്വേജസിലാണ്. ഓക്കെ. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, പഞ്ചാബി. 6 ഭാഷകൾ അറിയാം സ്വന്തമായിട്ട് എഴുതാനും പാടാനും. 13 ഭാഷ അറിയാം. 13 ഭാഷ അറിയാം. ഓ ഗ്രേറ്റ്. അപ്പം ആ പാട്ടിന്റെ വിശേഷം. ആ പാട്ട് ഞാൻ എഴുതിയത് ഒരു 4 കൊല്ലം മുൻപാണ്, ഒരു ആൽബത്തിന് വേണ്ടിയായിരുന്നു. ഓക്കെ. പക്ഷെ പിന്നീട് അതൊരു സിനിമയിലേക്ക് ചോദിച്ചു. അങ്ങനെ സിനിമയിൽ കഴിഞ്ഞ കൊല്ലം കൊടുത്തപ്പോഴാണ് ഞാൻ ഇത്രയും ഡെവലപ്പ് ചെയ്തത്. നോർമലി ഒരു പല്ലവി, അനുപല്ലവി, ചരണം ആ രീതിയിലൊരു സോങ് ആയിരുന്നു. പക്ഷെ പിന്നെ അതൊരു DJ ഫ്ലോർ സോങ് ആണ് ഞാൻ എഴുതിയത്. പിന്നീട് അത് DJ ഫ്ലോറിലോട്ട് വേണം, ഇന്നതാണ് കോൺസെപ്റ്റ് ഫിലിമിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറെ കൂടെ ലിറിക്സ് ആഡ് ചെയ്തു. അതിന്റെ ആ ലിറിക്സ് ഒക്കെ ഒന്ന് പല ഭാഷകൾ വരുന്നെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും. അതിന്റെ ഇപ്പൊ ഫസ്റ്റ് ലിറിക്സ് എന്ന് വെച്ചാൽ DJ ഫ്ലോറിൽ ഈ 6 ഭാഷയുള്ള പേരുകൾ വെയിറ്റ് ചെയ്യണതാ ഫോർ ദ DJ ടു സ്റ്റാർട്ട്. അപ്പൊ എടാ നിനക്ക് എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ലെങ്കിൽ നീ ജിമ്മിൽ അറോബിക്സ് എങ്കിലും ചെയ്യണ പേരായിട്ട് ഗൊത്തനില്ലേ. അങ്ങനെ അവസാനം അതിലൊരു ഏലിയൻ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പറയുമ്പോ അങ്ങനെ. അപ്പൊ എല്ലാരും ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ട് ഒരു ഷോർട്ടാണ് എന്റെ മൈൻഡിലൊരു വിഷ്വൽ. അങ്ങനെ ദോ പാരുട വന്നിട്ടാറ് എவ்வளவு അഴകാ இருக்கு. ഫൈനലി ഒരു ഏലിയൻ ഉണ്ട്, ഏലിയൻ ക്യാരക്ടർ. പുള്ളിയുടെ വോയിസ് ആണ് വോയിസ് മോഡുലേഷനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ കേട്ടിരുന്നു 22 മോഡുലേഷനിൽ മെയിൽ വോയിസിലും കൂടി പാടി. ആ മെയിൽ വോയിസ് ഒന്ന് കേൾപ്പിക്കാമോ? മെയിൽ വോയിസിന്റെ ഡിസ്കഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതിന്റെ എക്സ്ട്രീം വേർഷൻ. ശരി. ഇപ്പം വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ പഞ്ചാബി ഇതൊക്കെ അറിയാം 13 ഭാഷകൾ. അടിപൊളി. ഈ ഹെയർ സ്റ്റൈല്, കോസ്റ്റ്യൂം, അതുപോലെ ഇതൊക്കെ എങ്ങനെയാണ്? സ്വന്തം എല്ലാം സ്വന്തം ഡിസൈനാണ്? പിന്നെ മറ്റേ റോം വാക്കിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും? ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ഷോ സ്റ്റോപ്പർ, റാമ്പ് വാക്ക് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇത്രയും ഭാഷകൾ പഠിക്കാൻ ഒരു സാധാരണ പെട്ടെന്ന് ഒരാൾക്ക് സാധിക്കില്ല. അപ്പം ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് സെക്കന്ദരാബാദാണ്, പഠിച്ചത് ബാംഗ്ലൂര്. അങ്ങനെ അതുകൊണ്ട് അച്ഛൻ ആർമിയിലായിരുന്നു, ആർമി എഡ്യൂക്കേഷൻ. ഇനി സ്റ്റേജ് ഷോസ് അതുപോലെ തന്നെ മറ്റുള്ള പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ എന്റെ ഈ പ്രോജക്റ്റ് മീൻസ് കോസ്റ്റ്യൂമിങ് ഡിസൈനിങ് കഴിഞ്ഞു. ഒരു 6 ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് ആണ് അതിൽ വരുന്നത്. കാരണം ആ സോങ്ങിന്റെ തീം അഗൈൻ കം ഓൺ ഫൺ ടൈം ഡാ, ഇറ്റ്സ് വൺ ടൈം ഡാ, ഹേ ബേബി ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ഡാ, ലെറ്റ്സ് ഗ്രിൽ ദ ഫ്ലോർ ഡാ, കം ഓൺ ഡ്രിങ്ക്സ് ടൈം ഡാ, എൻഡ് ടൈം ഡാ, ഹേ ബോഡി വിസ്കി അടിടാ, മച്ചാ ഹുക്ക വലിടാ. എനിക്കിതൊന്നും ഇല്ലേ. അതായത് ആ ഫിലിമിന് പബ്ബിൽ നിന്ന് പബ്ബുകളിലേക്കുള്ള പാട്ട് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കും, ഡോണ്ട് പ്രാക്ടീസ് ഓൾ ദിസ്, ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ. ഓക്കേ. പിന്നെ ഇപ്പോ ഒരു ടാറ്റു കാണാൻ സാധിക്കുന്നുണ്ട്, എന്താണ് സംഭവം? ആ ടാറ്റു സത്യം പറഞ്ഞാൽ ടോറിയനിൽ ഞാൻ എഴുതിയത് എന്റെ പാട്ടിന്റെ ഷൂട്ട്. ഞാനൊരു ടോറിയനാണ്, ടോറസ് ആണ് എന്റെ നാള്. ഈ ടോറിയന്റെ ആനിമൽ ആണ് ബുള്ളാണ് ഇത്. ഇത് ഗ്ലോബ്.
ഗ്ലോബിന്റെ ഇടയ്ക്ക് ഇന്ത്യ. ഓക്കെ. സോ ടോറിയൻ ട്രാവൽസ് ഗ്ലോബലി. ഗ്ലോബലി. ആൻഡ് ദിസ് ഇസ് ബേസിക്കലി പാട്ടിന്റെ ഇത് രണ്ടും കൂടി ചേർത്താണ് പെർമനന്റ് ടാറ്റു തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇനിയുള്ള അംബിഷൻസ് എന്തൊക്കെയാണ്? അംബിഷൻസ് എനിക്ക് ഈ സോങ് ഒരു ഭയങ്കരമായിട്ട് ഒരു കാരണം മാതൃഭൂമി ന്യൂസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു വേൾഡ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സോങ് റിലീസ് ആവുന്നത്. ഓക്കെ. ആക്ടിങ്ങിനോട് പാഷൻ ഉണ്ടോ? ആക്ടിങ് ഞാൻ ആദ്യം ചെയ്തത് തെലുങ്ക് ഫിലിമാണ് സ്റ്റാർട്ട് ചെയ്തത്. ലൈറ്റ്സ് എന്നുള്ള പ്രോജക്റ്റ് മഹേഷ് ബാബുവിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഫിലിമാണ് റിലീസായത്. നീരജ് മാധവിന്റെ പേരായിട്ട് ജസ്റ്റ് മാരീഡ്. ഓക്കെ. ഇപ്പം പാട്ടാണോ ആക്ടിംഗ് ആണോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാണ്? രണ്ടും. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മലനാട് ടിവിയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാൻ? മലനാട് ടിവിയുടെ പ്രേക്ഷകരോട് ആദ്യം തന്നെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. ജയശേഖരന്റെ അസോസിയേഷൻ ഇറ്റ് ഈസ് നോട്ട് നൗ, ഇറ്റ് ഈസ് ഇയേഴ്സ് ബാക്ക്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ. സോ പേഴ്സണലി ഞാൻ ജയശേഖരനും എൻ്റെ കംപ്ലീറ്റ് ക്രൂവിനെ താങ്ക് ചെയ്യുന്നു. എന്തായാലും വളരെ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് നമ്മുടെ മലനാട് ടിവിയുടെ സ്റ്റുഡിയോയിലെത്തി ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി സ്വന്തമായിട്ട് എഴുതിയതല്ലാതെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഹിന്ദി വേണോ? ഓക്കെ. കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട്, വൈൻഡപ്പ് സോങ്. Girl, you're my chammak chalo. We go girl, I'm gonna follow. What do you want, girl? Just let me know. You can be my chammak chalo. Surely I'm gonna get her. You know I'm gonna get her. You know I'll even let you be my chammak chalo. कैसे शर्माना, आजा नच के दिखा दे, आ मेरी होले आजा पर्दा गिरा दे, आ तेरी अखियों मिला दे, आ तू ना नखरे दिखा, और भी मैं चमक चलो, ओ ओ, और भी मैं चमक चलो, ओ ओ. ഓക്കെ, വണ്ടർഫുൾ. ഒരിക്കൽ കൂടി നമ്മുടെ ബീനു ഡോളിന് നമ്മുടെ ഫുൾ പ്രേക്ഷകരുടെയും ഫുൾ ക്രൂവിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. താങ്ക് യു.